ഹലോ ഓൾ, +2 ക്ലാസ്സുകൾ എല്ലാവർക്കും തന്നെ ഒഫീഷ്യലി ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അതിഗംഭീരമായ ഒരു അക്കാദമിക് ഇയറായി മാറട്ടെ 2024-25 ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ +1 പഠിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിഗംഭീരമായ മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരൽപ്പം മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരാളും പോലും ഈ നിമിഷം ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ളത്. നിങ്ങളുടെ +1 മാർക്ക് എങ്ങനെ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, +2 ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ, അതിഗംഭീരമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് +2 ക്ലാസ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് ഈ നിമിഷം പറയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ വട്ടപൂജ്യമാണ് +1 ക്ലാസ്സിലെങ്കിലും നിങ്ങളുടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് ടോപ്പേഴ്സും സംസാരിക്കുമ്പോൾ എല്ലാ ടോപ്പേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ സൈലത്തിൽ നിന്ന് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അത് വെച്ചാൽ പഠിച്ചത്. അതിന് മുന്നേ തന്നെ മനസ്സിലാകുന്ന ഒരു ക്ലാസ് കണ്ടുപിടിക്കണം. +2 ക്ലാസ്സിന്റെ പഠനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കോൺസെപ്റ്റൽ ബേസ്ഡ് ആണ്. അത്രമേൽ കോൺസെപ്റ്റുകൾ കയറി വരുമ്പോൾ ആദ്യമായിട്ട് ഏതൊരു വിദ്യാർത്ഥിയും ചെയ്തിരിക്കേണ്ട മറ്റൊന്നുമല്ല, അതിഗംഭീരമായ ക്ലാസ്സുകൾ കണ്ടുപിടിക്കണം. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ അതിഗംഭീരമായിരുന്നു. അത് അവർക്ക് എല്ലാവർക്കും തന്നെ അത്രമേൽ യൂസ്ഫുൾ ആയിരുന്നാണ് എല്ലാ ടോപ്പേഴ്സും നിരന്തരമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. സോ ആദ്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ടിപ്പായിട്ട് കരുതുക, നല്ല ക്ലാസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ടോപ്പേഴ്സും പറഞ്ഞ മറ്റൊന്നുമല്ല, നല്ല മെറ്റീരിയൽ, ഉഗ്രൻ മെറ്റീരിയലാണ് എല്ലാവരും ചൂസ് ചെയ്യേണ്ടത്. കാരണം ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും NCERT ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആവണം എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. ഒരു നല്ല മെറ്റീരിയൽ കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ ടിപ്പായിട്ട് എല്ലാ ടോപ്പേഴ്സും ഞങ്ങളോട് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ള ഒരു അതിമനോഹരമായ ക്ലാസ്സും ഒരു അതിമനോഹര മെറ്റീരിയലുമാണ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് 12 ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരാൾക്കും പോലും വേണ്ട. ഇതിനോടൊപ്പം തന്നെ ടോപ്പേഴ്സ് കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടിയുണ്ട്, കൺസിസ്റ്റൻസി. എല്ലാ ടോപ്പേഴ്സും പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ് കാണും. ഒരു ദിവസം പോലും മിസ്സാക്കാതെയാണ് ഞങ്ങൾ ക്ലാസ് കണ്ടിരുന്നത്. അത് അത്രമേൽ ഗുണകരമായിരുന്നു. ഞങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതിയെടുത്തിരുന്നു. അവസാന നിമിഷത്തിൽ സൈലത്തിൻ്റെ ഇൻസ്റ്റാലേണും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് എല്ലാ വിദ്യാർത്ഥികളും ആവർത്തിച്ച് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സോ എല്ലാവരും നിർബന്ധമായിട്ടും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം കൺസിസ്റ്റൻസി ഇസ് കീ ടു സക്സസ്. സോ എല്ലാ മക്കളും ഈ കാണുന്ന ടിപ്സുകൾ എല്ലാം തന്നെ ഫോളോ ചെയ്യുക. ഒരു ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്യുക. നിങ്ങൾ ഏത് സമയം പഠിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചിലർ നൈറ്റ് ഔളായിരിക്കും, അതായത് രാത്രി കാലങ്ങൾ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും. ചിലർക്ക് എന്താണ് ഏർലി ബേർഡായിരിക്കും, രാവിലെ മാത്രം പഠിക്കുന്ന, രാവിലെ വളരെ സുഖമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു നൈറ്റ് ഓളായിരുന്നു. എനിക്ക് നൈറ്റാണ് പഠിക്കുന്നത് ഇഷ്ടമായിരുന്നു. രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏർലി മോർണിംഗ് 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചിട്ടില്ല. ഞാൻ രാത്രി മാത്രം പഠിച്ചാണ് എൻ്റെ മാർക്കുകൾ എല്ലാം തന്നെ സ്കോർ ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്യുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ടൈം ടേബിളിനകത്ത് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തണം. ടൈം ടേബിളിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ വായിക്കാനുള്ള സമയം ഉൾപ്പെടുത്തണം. ടൈം ടേബിളിനകത്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയവും ഉൾപ്പെടുത്തണം. അതും ആരും മറക്കരുത്. അവസാനമായിട്ട് 4ാമത്തൊരു കാര്യം കൂടി, മറ്റൊന്നുമല്ല, നിർബന്ധമായിട്ടും എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കൂടി കണ്ടെത്തണം. പിന്നീട് നിങ്ങൾ NCERTയിലെ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പഠിക്കണം. അവസാന സമയം നമ്മളെന്താണ്, ഒരു റിവിഷനും കൂടി മതി നമുക്ക് +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്തുവാൻ വേണ്ടി. ഇതാണ് എല്ലാ ടോപ്പേഴ്സും ഞങ്ങളോട് പറഞ്ഞ സ്ട്രാറ്റജി. ഞങ്ങളും ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഫോളോ ചെയ്ത സ്ട്രാറ്റജി, ദി ബെസ്റ്റ് സ്ട്രാറ്റജി എവർ. ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളോട് നിരന്തരം ചോദിച്ചിരുന്നു, സൈലത്തിൻ്റെ സെക്കൻഡ് ബാച്ച് ഉണ്ടാവുകയില്ലേ? +1 ക്ലാസ്സിനകത്ത് ഒരൽപ്പം മാർക്ക് കുറഞ്ഞു പോയി, ആ കാണുന്ന എല്ലാ മാർക്കും എനിക്ക് +2 ക്ലാസ്സിനകത്ത് തിരിച്ചു പിടിക്കണം, +1 ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകൾ എല്ലാം തന്നെ ലഭിക്കണം എന്നെല്ലാം തന്നെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരുന്നത്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ സെക്കൻഡ് ബാച്ചുമായിട്ട് വരുന്നു. ഈ വരുന്ന ജൂൺ 12-ാം തീയതി സെക്കൻഡ് ബാച്ചിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും +2 ക്ലാസ്സിന് വേണ്ടിയും ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ഫുൾ മാർക്ക് നേടാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.